പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ രഹസ്യത്തിലുള്ള നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം എന്തായി മാറും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് രഹസ്യത്തിലുള്ള ഉപവാസം ദൈവം പ്രതിഫലം നൽകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ വചനത്തിൻ്റെ കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉപവാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ആത്മീയനെ സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഉപവാസം. ദൈവത്തോടു കൂടി അടുത്ത് വസിക്കുക, ദൈവത്തോടു കൂടി ഉപവസിക്കുക എന്നതാണ്, അല്ലെങ്കിൽ വസിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ സകലതും നമ്മൾ വർജിച്ചതിന് ശേഷം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ സംസർഗം പുലർത്തുക എന്നതിനാണ് ഉപവാസം എന്ന അർത്ഥം കൊണ്ട് നമ്മൾ അവിടുന്ന് വില കൽപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ജഡമന്ദനങ്ങളെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ മോഹങ്ങളെ നിഷ്കാസനം ചെയ്ത് ആത്മീയ മോഹങ്ങളെ ജനിപ്പിച്ചെടുത്ത് അത് സ്പ്രെഡ് ചെയ്യുക, അത് വ്യാപരിപ്പിക്കുക എന്നതാണ് ഉപവാസം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായ തലങ്ങളിൽ വെളിപ്പെടുന്ന ഈ ജഡത്തിൻ്റെ സ്വഭാവങ്ങളും സവിശേഷതകളും അത് ആത്മാവിൽ ഹനിച്ചു കളഞ്ഞതിന് ശേഷം നാം അതിനെ സ്വയം വിധേയപ്പെടുത്തി ദൈവത്തോട് നമ്മുടെ ബന്ധം പുലർത്തുക എന്നതാണ് ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ ആസ്തികളെ നശിപ്പിച്ചു കളയാമെന്ന് നാം സ്വയം വ്യാമോഹിക്കരുത്. കാരണം നമ്മുടെ ജഡത്തിലുള്ള ആസക്തികളെ നശിപ്പിക്കാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമേ ജഡത്തിൻ്റെ ആസക്തികളെ നമുക്ക് അവിടുന്ന് ഹനിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ഈ വചനത്തിൽ കൂടി നമുക്കറിയുവാൻ കഴിയും. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ ഉപകാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പുറത്തുള്ള അതായത് നമ്മുടെ അകത്തുള്ള പഴയ മനുഷ്യനെ മരിപ്പിച്ചിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസത്താൽ ജഡത്തിൻ്റെ എല്ലാ മറുതലിപ്പിനെയും നിരന്തരമായ അകന്തയും കുറിച്ച് മറ്റു മനുഷ്യരെക്കാൾ ഏറ്റവും അധികം ഉത്തരവാദിത്വവും ഏറ്റവും അധികം ബോധവാന്മാരായിരിക്കുന്നതും ആത്മീയ മനുഷ്യരാണ്. തൻ്റെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടു വരുന്ന ജഡമനുഷ്യൻ്റെ അകന്തയും നിഗളവും അഹങ്കാരവും ഒക്കെ ബോധ്യപ്പെടും. ആത്മീകനെ എപ്പോഴും അത് ബോധ്യപ്പെടും. ഞാൻ എന്തായി മാറുന്നു, ഞാൻ എന്തായി മാറരുത് എന്ന് ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ബോധ്യപ്പെട്ടു വരും. പക്ഷേ ജഡമനുഷ്യനെ സംബന്ധിച്ച് സ്ഥലകാല ബോധമില്ലാതെ അവൻ ജഡത്തെ പ്രതികരിച്ച്, ജഡത്തിൽ നിന്ന് ജഡത്തിന് വേണ്ടി പ്രതികരിച്ച്, ജഡത്തിൽ വസിച്ച് ജഡത്തിന് മരിക്കപ്പെടുന്നൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തവരൊന്നും നിത്യത അവകാശമാക്കുവാൻ കഴിയത്തില്ല എന്ന് വിശുദ്ധ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ വെളിപ്പെടുത്തുവാൻ കഴിയും. സ്വയം അലസതയും അബദ്ധസഞ്ചാരത്തെയും അറിയിക്കുന്ന അയാൾക്ക് അഹന്തതയില്ലായ്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വ്യക്തമായി ഒരു ആത്മീയനെ സംബന്ധിച്ച് അറിയാൻ കഴിയും. ഇവിടെയാണ് ദിനംതോറുമുള്ള നമ്മുടെ സ്വയം ശിക്ഷണത്തിൻ്റെ ആവശ്യകത നമുക്ക് ആവശ്യമായി വരുന്നത്. അതാണ് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നത്. നിങ്ങൾ ഈ വാടിയ മുഖം കാണിക്കുന്നതും നിങ്ങൾ ഈ മുഖം വിരൂപമാക്കുന്നതും ഒക്കെ ഈ മനുഷ്യരുടെ മുമ്പിൽ ആകേണ്ടതിന് വേണ്ടിയാണ്. മനുഷ്യരുടെ മുമ്പിൽ നാം ആത്മീയരാണെന്ന് കാണിച്ച് മനുഷ്യരുടെ മുമ്പിൽ അതിൻ്റെ പ്രതിഫലമൊക്കെ വാങ്ങിച്ച് നല്ല സാക്ഷിയൊക്കെ കേൾപ്പിക്കാൻ കഴിയും. പക്ഷേ യഥാർത്ഥമായ ഉപവാസം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിൻ്റെ ഹൃദയത്തെ ഓപ്പൺ ആക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിന് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ സ്വയം പരിശ്രമം കൊണ്ടോ പ്രയത്നം കൊണ്ടോ കഴിയത്തില്ല സുഹൃത്തുക്കളെ.
ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൽ നാം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവിക അഭിഷേകമാണ് നമ്മളെ സകലത്തിനും തിരിച്ചറിവിലേക്ക് നടത്തുന്നത്. ദൈവിക അഭിഷേകമാണ് നമ്മളെ ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. ഒരു മനുഷ്യൻ, നല്ല മനുഷ്യനുണ്ട്, അവൻ ദൈവിക കാര്യങ്ങളിലേക്ക് വഴി നടത്തുമെങ്കിലും അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു അലസതയും മരടിപ്പും മുരടിപ്പും ഒക്കെ കടന്നു വരാറുണ്ട്. പക്ഷെ ആത്മാവിലായിക്കഴിഞ്ഞാൽ അവന് ക്ഷീണത സംഭവിക്കുകയില്ല. ആത്മാവിലായിക്കഴിഞ്ഞാൽ അവന് മടുപ്പ് തോന്നുകയില്ല. കാരണം അവനിൽ കായ്ക്കുന്ന നിരന്തരമായ ഫലമാണ്. സീസണായിട്ടുള്ള ഫലം നമുക്ക് വേണ്ട. നിരന്തരം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ സഹായിക്കട്ടെ. കുഞ്ഞെ, നീ രഹസ്യത്തിൽ കരയുന്നതും നിലവിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും എൻ്റെ ദൈവത്തിന് അറിയാം. നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു പ്രതിഫലം തരുന്ന ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീര് ആരും കാണുന്നില്ലല്ലോ, എൻ്റെ വേദന ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ ഭാരം ആരും അറിയുന്നില്ലല്ലോ എന്ന് നീ പൊതുവെ നനച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ ചെയ്യുവാൻ തയ്യാറായി ഇറങ്ങി വന്നിട്ടുണ്ടെന്നേ. അല്ലെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ ദൈവം പരസ്യത്തിൽ മാനിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഗോഡ് ബ്ലസ് യു. മാറനാഥ.